ഈ സുരേഷ് ഗോപി ഇന്നലെ വോട്ട് ചെയ്തത് ഇവിടെ ശാസ്ത്രമംഗലത്താണ്. വലിയ വിവാദമൊക്കെ ഉണ്ടായതാണ് തൃശ്ശൂരിൽ അതേ വോട്ട് ചേർത്തത്. അപ്പോൾ അദ്ദേഹം അവിടെ സ്ഥിരം താമസക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആദ്യം ചേർത്തത്. ഇതിൻ്റെ അകത്തൊരു അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോഴല്ല. ഇവിടെ വോട്ട് ചേർത്ത അന്ന് തന്നെ ഞാൻ പറഞ്ഞു തൃശ്ശൂർ സ്ഥിരതാമസക്കാരനെന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ വോട്ട് ചെയ്തു. ഇപ്പം ഞാൻ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലും എൻ്റെ വോട്ട് ഞാൻ വടകരയിൽ MP ആയിരുന്നപ്പോഴും ആ MP ആയിരിക്കുമ്പോൾ നടന്ന അസംബ്ലി, ലോക്കൽ ബോഡി, പിന്നീട് കഴിഞ്ഞ പാർലമെൻറ്റ്, ഈ മൂന്നിടത്തും ഞാൻ ഒരേ പോളിംഗ് സ്റ്റേഷനിൽ ഒരേ സ്ഥലത്താണ് ഞാൻ വോട്ട് ചെയ്തത്. അതാണ് ജനാധിപത്യത്തിൻ്റെ മര്യാദ. അപ്പോൾ കെ കരുണാകരൻ എവിടെയൊക്കെ മത്സരിച്ചെന്ന്, അദ്ദേഹം ഒരുപാട് വർഷം മാളയിൽ മത്സരിച്ചു. പിന്നീട് തൃശ്ശൂരും തിരുവനന്തപുരത്തും മുകുന്ദപുരത്തൊക്കെ മത്സരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഒറ്റ അഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ, അത് മുരളി മന്ദിരം പൂങ്കുന്ന തൃശ്ശൂർ എന്നുള്ള അഡ്രസ്സായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിനെതിരായിട്ട് ആ വീട്ടിൽ അദ്ദേഹം സ്ഥിരതാമസക്കാരനല്ല, അതുകൊണ്ട് അദ്ദേഹം വ്യാജമായി വോട്ട് ചേർത്തു എന്ന് നവാബ് രാജേന്ദ്രൻ്റെ പെറ്റീഷൻ അന്ന് കോടതി തള്ളിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ വീട്. അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരു ഇടത്ത് അദ്ദേഹം വോട്ട് ചേർത്തിട്ടില്ല. ഈ വീടിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹമായതുകൊണ്ടും കേരളത്തിൽ ഒറ്റ സ്ഥലത്ത് മാത്രമേ അദ്ദേഹത്തിന് വോട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടും ആ പെറ്റീഷൻ അന്ന് തള്ളിക്കളഞ്ഞു. ഞാനും ഇവിടെ വോട്ട് ചേർത്തതിന് ശേഷം എൻ്റെ വോട്ട് ഞാൻ എവിടെയും മാറ്റിയിട്ടില്ല. ഇത് എന്താ പറയണ്ട, പാർലമെൻറ്റിൽ ഒരു സ്ഥലത്ത് വോട്ട് ചെയ്യുക, അസംബ്ലിയിൽ വേറെ സ്ഥലത്ത് വോട്ട് ചെയ്യുക, കോർപ്പറേഷനിൽ വേറെ സ്ഥലത്ത് വോട്ട് ചെയ്യുക, ആ രീതി ശരിയല്ല. അതായത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ ഞാൻ കൊടുത്ത പരാതി നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവിടെ വ്യാജമായി നിരവധി വോട്ടുകൾ ചേർത്തി സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ ഇവിടെ സ്ഥിരതാമസക്കാരാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരം ഓർഡിനറി റെസിഡൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ 10,000-കണക്കിന് ആളുകളെ ചേർത്തിരുന്നത്. അക്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി ഇവിടെ വോട്ട് ചേർത്തത് നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മുക്കാട്ടുകര ഡിവിഷനിലാണ്. അത് വോട്ട് ചെയ്ത് അവിടെ തന്നെയാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബം എല്ലാം അവിടെയാണ് വോട്ട് ചെയ്തത്. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് ഇതാണ് അദ്ദേഹത്തിന് സ്ഥിരതാമസമുള്ള സ്ഥലം എന്ന നിലയിലാണ് അദ്ദേഹം ജനങ്ങളോട് പറയുകയും അത് ഇലക്ഷൻ കമ്മീഷനോടും അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അതേ വ്യക്തി ഇവിടെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മുക്കാട്ടുകര ഡിവിഷനിൽ വോട്ട് നിലനിൽക്കെ അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ശാസ്തമംഗലം ഡിവിഷനിൽ വോട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ, MP എന്ന നിലയിലും അദ്ദേഹം ഇലക്ഷൻ നിയമങ്ങളെ പരിപൂർണമായിട്ട് ലംഘിച്ചിരിക്കുകയാണ്. അതിന് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണം, കേന്ദ്രമന്ത്രിയും മറുപടി പറയണം. കാരണം ഇപ്പോൾ തന്നെ തൃശ്ശൂർ പാർലമെൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇന്ത്യയിലെമ്പാടും വ്യാജ വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി വാർത്തകളും വസ്തുതകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ ഒരു നേതാവ് തന്നെ സൂചിപ്പിച്ചത്, ഞങ്ങളുടെ ജയത്തിന് വേണ്ടി എവിടെ നിന്ന് വേണമെങ്കിലും ഞങ്ങൾ ആളുകളെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വോട്ട് ചെയ്യിപ്പിക്കുന്നുള്ളതാണ്. ഇവിടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അദ്ദേഹം ഇവിടെ വോട്ട് ചേർത്തതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു പരാതി ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. കാരണം അദ്ദേഹം ഇവിടെ താമസക്കാരനാകണം എന്ന് പറയുമ്പോൾ നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക്, ഇന്ത്യയിലെ എവിടെയുള്ള വോട്ടറായിട്ടുള്ള സ്ഥാനാർത്ഥിക്കും ഇന്ത്യയിലെ ഏത് പാർലമെൻറ്റ് മണ്ഡലത്തിലും മത്സരിക്കാൻ അവകാശമുണ്ട്. പക്ഷേ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് ഇവിടെ വന്ന് മത്സരിക്കാൻ അവകാശമുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ ഈ മണ്ഡലത്തിലെ പ്രതിനിധി ആരായിരിക്കണമെന്ന് വോട്ട് ചെയ്യാനുള്ള അവകാശം ആ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് മാത്രമാണ്. മറ്റ് മണ്ഡലത്തിലെ വോട്ടർമാർ ഇവിടെ വന്ന്, അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കാതെ, അല്ലെങ്കിൽ അവർ സ്ഥിരമായി താമസിക്കാത്ത സ്ഥലത്ത് നിന്നും മറ്റൊരു മണ്ഡലത്തിലേക്ക് വന്ന് ആ മണ്ഡലത്തിലെ ജനപ്രതിനിധി തിരഞ്ഞെടുക്കുന്നത് നിയമവിരുദ്ധമാണ്. ആ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹം ശാസ്തമംഗലം വാർഡിൽ വോട്ട് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് ആ ചോദ്യം ചോദിക്കുമെന്നാണ്.
കാരണം ഈ വിഷയം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും അനുജനും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും അടക്കമുള്ള ആളുകൾ തൃശ്ശൂരിൽ വോട്ടർമാരായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു രാഷ്ട്രം ഒരു വോട്ട് എന്നൊക്കെ ഒരു വോട്ടർ പട്ടിക എന്നൊക്കെ പറഞ്ഞ് രാജ്യം മുഴുവനും വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന BJPയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരും കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇതുപോലെ നഗ്നമായ നിയമലംഘനം നടത്തുകയാണ്. അപ്പോൾ വോട്ടർ പട്ടികയെ സംബന്ധിച്ചുണ്ടായിരുന്ന സംശയങ്ങൾ ബലപ്പെടുന്ന കാര്യമാണ് കേന്ദ്രമന്ത്രി ശാസ്തമംഗലത്ത് വോട്ട് ചെയ്യുന്നതിലൂടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൊടുത്ത പരാതി ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ച് ഇക്കാര്യത്തിൽ മറുപടി പറയണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതോടൊപ്പം വോട്ടർ എന്ന നിലയിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് 2 വോട്ട് വന്നിരിക്കുന്നത്? ഒരു കേന്ദ്രമന്ത്രിക്ക് എങ്ങനെയാണ് 2 സ്ഥലത്ത് വോട്ടുണ്ടാവുക? നിങ്ങൾ പത്രമാധ്യമങ്ങൾ ഈ വിഷയം ഇവിടെ വന്ന സമയത്ത് ഈ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ വിഷയത്തിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ അദ്ദേഹത്തിൻ്റെ വോട്ട് സംബന്ധിച്ചൊരു വിഷയം ഉണ്ടായപ്പോൾ ഇവിടുത്തെ BJPക്കാർ പറഞ്ഞ എന്താണ്? അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എവിടെയാണ് വോട്ട് അദ്ദേഹത്തിന്? അപ്പോൾ ഇത് BJPയുടെ ഒരു തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കാൻ വേണ്ടി നടത്തുന്ന മോഡസ് ഓപ്പറാൻഡിയുടെ ഭാഗമായി പല കാര്യങ്ങളും പല സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിനകത്ത് നടന്നിട്ടുള്ള വളരെ വിശദമായ ചർച്ചയിൽ ഉടനീളം ഉയർന്നു വന്നിട്ടൊരു കാര്യം വോട്ടർ പട്ടികയ്ക്കകത്ത് BJP നടത്തിക്കൊണ്ടിരിക്കുന്ന അട്ടിമറി സംബന്ധിച്ച കാര്യമാണ്. അതിൻ്റെ ഒരു നേർ ഉദാഹരണമാണ് ഈ 2 കേന്ദ്രമന്ത്രി വോട്ട് ചേർക്കുകയും 2 വോട്ട് ചെയ്യുകയും 1 കൊല്ലത്തിനകത്ത് 2 സ്ഥലങ്ങളിൽ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതിന് മറുപടി പറയേണ്ടി വരും. തിലകമണിയും തിരുവനന്തപുരം ഉറപ്പായിട്ടും വലിയ തരത്തിലുള്ള വോട്ടിംഗ് മൈൻഡ് സെറ്റ് മാറ്റം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സ്പെക്യുലേഷനും കാൽക്കുലേഷനും എല്ലാം അതിൽ തന്നെയാണ്. വികസനോന്മുഖമായ പ്രചരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇലക്ഷൻ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തതാണ്. പക്ഷേ ജനങ്ങൾക്ക് ആ നോട്ടം വന്നിരിക്കുന്നു. ആ നിലയ്ക്ക് ഉറപ്പായിട്ടും മോദി സർക്കാരിന്റെ രാജ്യമെമ്പാടുമുള്ള ഇനി രാജ്യത്തിന് പുറത്ത് തന്നെ ഭാരതത്തിന് ഇന്ന് ലഭിക്കുന്ന യശസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അതിന്റെ പ്രതിഫലനം ഉറപ്പായിട്ടും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുണ്ടാവും. കാരണം അടിസ്ഥാനപരമായ വികസനത്തിന് വേണ്ടുന്ന ഒരു ഡിസൈൻ, അതിന്റെ ഇംപ്ലിമെന്റേഷൻ അതൊന്ന് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യത്തിന്റെ ഭരണത്തിലൂടെ മാത്രമാണ് സാധ്യമാവുന്നതെന്ന ഒരു ചിത്രം, കൽപ്പന, സ്വപ്നം എല്ലാം ജനങ്ങളിലുണ്ട്. അത് സാക്ഷാത്കരിക്കപ്പെടുന്ന രീതിയിൽ കേരളം എന്ന് ഞാൻ എടുത്തു പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ കൊണ്ടാണ്. പക്ഷെ ആ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് പുറത്തേക്ക് ജനങ്ങൾ രാഷ്ട്ര കാലാവസ്ഥയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് എണ്ണമോ അല്ലെങ്കിൽ ഉറപ്പിച്ച് നമ്മുടെ ആത്മവിശ്വാസമാണോ ആ ഉറപ്പാണ് പറയുന്നത്. പക്ഷെ ജനങ്ങൾ നിശ്ചയിക്കട്ടെ.